എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി വീഡിയോകളൊന്നുമില്ല. ഒന്ന് റംസാൻ വ്രതം, രണ്ടാമത്തേത് 3 മണി കഴിഞ്ഞാൽ ഓഫീസിൽ ഒടുക്കത്തെ ചൂടാണ്. ഏതായിരുന്നാലും ഏപ്രിൽ സെക്കൻഡ് വീക്ക് മാർക്കറ്റ് എങ്ങനെയായിരിക്കും, നിഫ്റ്റിയുടെ വീക്ക്ലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, മൊത്തത്തിൽ ഓവറാൾ മാർക്കറ്റ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ടെസ്റ്റ് ചെയ്യാം. അടുത്ത ആഴ്ച US ഇൻഫ്ലേഷൻ ഡാറ്റ ഉണ്ട്. സോ ലോട്ട് ഓഫ് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മറ്റൊരു കാര്യം, അടുത്ത ആഴ്ച നമുക്ക് 4 ദിവസമേ മാർക്കറ്റ് ഉണ്ടാവുകയുള്ളൂ. വ്യാഴാഴ്ച ഈദുൽ ഫിത്തർ ഡേ അവധിയാണ്. സാധാരണ നമ്മുടെ കേരളത്തിൽ ബുധനാഴ്ച ആവാനാണ് സാധ്യത. പക്ഷേ മാർക്കറ്റ് വ്യാഴാഴ്ചയാണ് അവധി ഉണ്ടാവുക. അതിലിനി മാറ്റം വരുമോ എന്നറിയില്ല. മൊത്തത്തിൽ ഗ്ലോബൽ ലെവൽ നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഷെയർ മാർക്കറ്റുകൾ പോസിറ്റീവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ജൂൺ ഫസ്റ്റ് വീക്കിൽ ഫെഡ് ഇവൻ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്. മറ്റൊന്ന് ബോണ്ട് ഈൽഡാണ്. ബോണ്ട് ഈൽഡും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഫെഡ് ഇവൻ്റ് റേറ്റ് കുറയ്ക്കില്ല, ഇതേ റേറ്റിൽ തന്നെ മെയിൻ്റെനൻസ് ചെയ്ത് പോകും എന്നുള്ളതാണ് ബോണ്ട് ഈൽഡ് കൂടാനുള്ള കാരണം. മറ്റൊന്ന് ഗോൾഡിൻ്റെ പിടികിട്ടാത്ത റേറ്റാണ്. ആൾ ടൈം ഹൈയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. $2300 പെർ ഔൺസിനുള്ളത്. അതിൻ്റെ കാരണം, ഗോൾഡ് വില കൂടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, US വീണ്ടും ഒരു മാന്ദ്യം വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഫെഡ് റേറ്റ് കുറയ്ക്കില്ല, ഇനിയും കൂടാനാണ് സാധ്യത എന്നുള്ളതൊക്കെയാണ് ഗോൾഡിൻ്റെ റേറ്റ് കൂടാനുള്ള കാരണം. മറ്റൊന്ന് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിലും ദിവസം കഴിയുന്തോറും റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. ഇറാൻ, ഇസ്രായേൽ, നോർത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ജോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ്. മറ്റൊന്ന് ഡോളർ ഇൻഡെക്സ് ആണ്. 105 രൂപയാണ് നിലവിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, US വീണ്ടും മാന്ദ്യം വരുമെന്ന് തന്നെയാണ്. ബോണ്ട് ഈൽഡ് കുറയുമെന്നുമുണ്ട്. മറ്റൊന്ന് ക്രിപ്റ്റോ കറൻസിയാണ്. ക്രിപ്റ്റോ കറൻസി ഉയരങ്ങളിലാണുള്ളത്. ബിറ്റ്കോയിൻ ആൾ ടൈം ഹൈയിലാണ്. $70,000 ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ റേറ്റ്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ, ഗ്ലോബൽ മാർക്കറ്റുകളിലെ ക്രാഷാണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബൽ മാർക്കറ്റ് ക്രാഷായി കഴിഞ്ഞാൽ ബിറ്റ്കോയിനിൽ, ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ക്രിപ്റ്റോ കൂടിക്കൊണ്ടിരിക്കാനുള്ള കാരണം. സോ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം കയറുകയാണ്, അതിൻ്റേതായ ഓരോ കാരണങ്ങൾ വെച്ച്. മുമ്പൊക്കെ കമ്മോഡിറ്റി മാർക്കറ്റ് കയറിയാൽ നമ്മുടെ മാർക്കറ്റ് കുറയും, നമ്മുടെ മാർക്കറ്റ് കൂടിയാൽ കമ്മോഡിറ്റി മാർക്കറ്റ് കുറയും ഒക്കെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് കമ്മോഡിറ്റി കൂടിയാൽ നമ്മുടെ മാർക്കറ്റും കൂടും, കമ്മോഡിറ്റി കുറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് കുറയും. ഗ്ലോബൽ മാർക്കറ്റുകൾ മൊത്തം ഒരേ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീക്ക് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ന്യൂസുകളുണ്ടായിരുന്നു. ഫസ്റ്റ് പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റേറ്റ് അവർ 6.5% തന്നെ ഹോൾഡ് ചെയ്തു. മറ്റൊന്ന് ഡൊമസ്റ്റിക് ബയ്യിങ് ആണ്. മറ്റൊന്ന് HDFC ബാങ്കിൻ്റെ ഉയർച്ചയാണ്. അവരുടെ ഗ്രോത്ത് അഡ്വാൻസ് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് നന്നായി കൊടുത്തു എന്നുള്ളത്. ഷെയർ 1500 രൂപയ്ക്ക് മുകളിലെത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് പോസിറ്റീവ് ന്യൂസ്. ഇനി നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ, ജോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ്. അതേപോലെ ക്രൂഡ് ഓയിൽ കയറുന്നു, രൂപയുടെ മൂല്യം വീക്കായിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ഗ്ലോബൽ ലെവൽ നോക്കിയാൽ ജപ്പാൻ ഓയിൽ 35 വർഷത്തെ ലോ റേറ്റിലാണ് ഉള്ളത്. ഇതൊക്കെയാണ് നെഗറ്റീവായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, ലാസ്റ്റ് വീക്ക് സെൻസെക്സ് 596 പോയിന്റ് ഉയർന്ന് 74,250 എന്ന നിലയിലാണ് ഉള്ളത്. നിഫ്റ്റി ആണെങ്കിൽ 186 പോയിന്റ് ഉയർന്ന് 22,513 സെറ്റിലായി. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എല്ലാം ഹൈയിലാണുള്ളത്. സ്മാൾ ക്യാപ്പ് 7%, മിഡ് ക്യാപ്പ് 4%, ലാർജ് ക്യാപ്പ് 1% പോസിറ്റീവിലാണ്. സെക്ടർ വൈസ് നോക്കിയാൽ മീഡിയ ഇൻഡെക്സ്, അതേപോലെ മെറ്റൽ, PSU ബാങ്ക്, റിയാലിറ്റി എന്നിവ 4 മുതൽ 7% വരെ ഹൈ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ FIs 3835 കോടിയുടെ ബൈയാണ് നടത്തിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ബൈ ചെയ്ത് കണ്ടാൽ നമ്മൾ ഞെട്ടും. വെറും 2 ലക്ഷം രൂപയുടെ ബയ്യിങ്ങാണ് അവർ നടത്തിയത്. അതേപോലെ തന്നെ വിക്സ് 11.5 എന്ന നിലയിലാണുള്ളത്. മാർക്കറ്റ് കയറുമ്പോൾ വിക്സ് കുറയും. ഇതൊരു ഹെൽത്തിയാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും വിക്സ് കയറും. കാരണം US വിക്സ് 15 എബോവ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. തിങ്കളാഴ്ച, അതായത് മൺഡേ ഏപ്രിൽ 8 കാര്യമായിട്ടുള്ള ഇവൻറ്റ്സ് ഒന്നുമില്ല. ട്യൂസ്ഡേ ഏപ്രിൽ 11 10:30 ജപ്പാൻ്റെ കൺസ്യൂമർ കോൺഫിഡൻറ്റ് ഡാറ്റ വരുന്നുണ്ട്. വെനസ്ഡേ ഈവനിങ് 6 മണിക്ക് US ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 3.2%, എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നത് 3.4%. റീസെൻ്റ് US ഇൻഫ്ലേഷൻ ലോ എന്ന് പറയുന്നത് 3.1 ആണ്.
അതിന് താഴെ വന്നിട്ടില്ല. 3.1, 3.2, ഇപ്പോൾ 3.4 എക്സ്പെക്റ്റേഷൻ കൊണ്ടുവരുന്നു. 3.4 അതിന് മുകളിൽ വന്നാൽ തീർച്ചയായും ഫെഡ് ജൂൺ മാസം റേറ്റ് കുറയ്ക്കാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. കാരണം 3-4 ദിവസം മുമ്പ് ഗവർണറുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2024 ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ വരുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ള റേറ്റ് തന്നെ ഈ വർഷം അവസാനം വരെ മെയിൻറ്റെയിൻസ് ചെയ്ത് പോകാം എന്നാണ് കരുതുന്നത്. അതിനുശേഷമാണ് US മാർക്കറ്റ് സ്ലൈറ്റ്ലി വെർട്ടിക്കലായി ഒരു ഫാൾ ആയത്. വരുന്ന ബുധനാഴ്ച 3.4 അതിന് മുകളിലോ വന്നാൽ വരുന്ന ജൂൺ മാസം ഫെഡ് റേറ്റ് കട്ട് ചെയ്യുകയില്ല. ഓക്കെ, സെയിം ടൈമിൽ US നിന്ന് കോർ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. 3.8% ഫോർകാസ്റ്റ് 3.7%. അന്ന് തന്നെ 11:30 FOMC മിനിറ്റ്സ് ഉണ്ട്. അതായത് ഇൻഫ്ലേഷൻ വന്ന ഉടനെ FOMC മിനിറ്റ്സ് ഉണ്ട്. ആ FOMC മിനിറ്റ്സിൽ അവർ പ്രൊജക്ഷൻ കൊടുക്കും. അതിൽ നമുക്ക് കാര്യങ്ങളെല്ലാം ക്ലിയറായി മനസ്സിലാക്കാൻ കഴിയും. വ്യാഴാഴ്ച അതായത് ഏപ്രിൽ 11 നമുക്ക് ഈദുൽ ഫിത്തർ ലീവാണ്. അന്ന് 7 മണിക്ക് രാവിലെ 7 മണിക്ക് ചൈനയുടെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. 0.7% നിലവിൽ. ഫോർകാസ്റ്റ് 1.2%. അന്ന് ഈവനിങ് 5:45 PM യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് 4.5%. അത് നിലനിർത്താൻ തന്നെയാണ് തീരുമാനം. എക്സ്പെക്റ്റേഷൻ 4.5% തന്നെയാണ്. അന്ന് തന്നെ 6 മണിക്ക് USA PPI ഡാറ്റ വരുന്നുണ്ട്. ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ വരുന്നുണ്ട്. 3 ഗവർണേഴ്സ് സ്പീച്ച് വരുന്നുണ്ട്. USA ഇൻഫ്ലേഷൻ ഡാറ്റ വെനസ്ഡേ. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് വ്യാഴാഴ്ചയായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. പക്ഷേ നമുക്കന്ന് ലീവായതിനാൽ അടുത്ത ദിവസം അതായത് വെള്ളിയാഴ്ചയായിരിക്കും ഈ പറയുന്ന എല്ലാറ്റിൻ്റെയും ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയുക. മാത്രമല്ല നമുക്ക് ബുധനാഴ്ച നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയുടെ എക്സ്പയറി കൂടെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം മാർക്കറ്റിനെ കൈകാര്യം ചെയ്യണം. ഇനി ഏപ്രിൽ 12 വെള്ളിയാഴ്ച രാവിലെ 8:30 ചൈനയുടെ ബാലൻസ് ട്രേഡ് ഡാറ്റ വരുന്നുണ്ട്. 11:30 ഇംഗ്ലണ്ടിൻ്റെ GDP ഡാറ്റ വരുന്നുണ്ട്. 5:30 PM നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ നിലവിൽ 5.8%. ഫോർകാസ്റ്റ് 5%. അതായത് എക്സ്പെക്റ്റേഷൻ 5%. സെയിം ടൈമിൽ തന്നെ ഇന്ത്യയുടെ IIP ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 3.8% ഫോർകാസ്റ്റ് 5.6%. അന്ന് തന്നെ വൈകുന്നേരം 7:30 PM USAയുടെ CS ഡാറ്റ അതായത് കൺസ്യൂമർ സെൻറ്റിമെൻ്റൽ ഡാറ്റ വരുന്നുണ്ട്. ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ്. 1 USA ഇൻഫ്ലേഷൻ, 2 ഇന്ത്യ ഇൻഫ്ലേഷൻ, 3 FOMC മിനിറ്റ്സ്, 4 IIP ഡാറ്റ. ഇതെല്ലാം അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ തീർച്ചയായും റിഫ്ലക്റ്റ് ആവും. മാത്രമല്ല നേരത്തെ പറഞ്ഞ രൂപത്തിൽ ബുധനാഴ്ച നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയുടെ എക്സ്പയറാണ്. ഓവറാൾ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ 22,530 മുകളിൽ ക്ലോസ് ആയാൽ 22,750 മുതൽ 23,000 വരെ പോകാൻ നിഫ്റ്റിക്ക് ചാൻസ് ഉണ്ട്. സപ്പോസ് താഴെ വരികയാണെങ്കിൽ സപ്പോർട്ടായി 22,300 ആയിരിക്കും. അതിനും താഴെ വരികയാണെങ്കിൽ 22,050 എന്ന ലെവലിലായിരിക്കും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഇയർ അതായത് ഡിസംബർ 28 കഴിഞ്ഞ വർഷം ആൾ ടൈം ഹൈ ആയി 48,630 ക്രിയേറ്റ് ചെയ്തു. അന്ന് നിഫ്റ്റി 21,700 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിഫ്റ്റി 22,500, 600 ലെവലിലാണുള്ളത്. ആൾമോസ്റ്റ് 700-800 പോയിൻ്റ് നിഫ്റ്റിയിൽ കൂടി. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴാണ് ആൾ ടൈം ഹൈയിന് അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഫ്രൈഡേ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് 48,495 135 പോയിൻ്റ് ഇനിയും വേണം ആൾ ടൈം ഹൈയിലെത്താൻ. മറ്റൊന്ന് HDFC ബാങ്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ICIC ബാങ്ക് അണ്ടർ പെർഫോമൻസിലാണുള്ളത്. സപ്പോസ് ICICI കൂടെ കയറിയാൽ 49,000 അതിന് മുകളിലോ പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്കുണ്ട്. റെസിസ്റ്റൻസ് ആൾ ടൈം ഹൈയായ 48,650 തന്നെയാണ്. മുകളിൽ പോയാൽ 49,000, അതിന് മുകളിൽ പോയാൽ 49,500 എന്നിങ്ങനെയായിരിക്കും. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 47,700 ആയിരിക്കും. 47 അവിടെ നിന്നും താഴെ വന്നാൽ 47,250. ഓവറാൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സിലാണ് ഉള്ളത്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ.